ഹലോ എവരിവൺ, ബിഫോർ ദ സൺസെറ്റിൻ്റെ മണാലി കാഴ്ചകൾ 4th എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മഞ്ഞുമൂടിയ സിസുവാലിയും അവിടുത്തെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. സിസുവിലേക്കുള്ള യാത്രയും ജീവിതത്തിൽ ആദ്യമായി അനുഭവിച്ച സ്നോഫോളും 10,000 അടി ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അടൽ ടണലുമെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ മഞ്ഞുമൂടിയ സിസുവാലിയും അവിടുത്തെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് നമുക്ക് കാണാം. ഹിമാലയത്തിൻ്റെ മടിത്തട്ടിലാണ് നാം ഇപ്പോൾ. റോക്താങ് ടണലിൻ്റെ വടക്കൻ പോർട്ടലിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെയാണ് സിസു. ദേവഭൂമിയെന്നും സ്വർഗഭൂമിയെന്നുമൊക്കെ അറിയപ്പെടുന്ന ഹിമാചൽ പ്രദേശിലെ ലാഹൌൾ താഴ്വരയിലുള്ള ഒരു ചെറിയ പട്ടണമാണ് സിസു. സമീപ ഗ്രാമങ്ങളുടെ എല്ലാം പ്രധാന നഗര കേന്ദ്രമാണ് മനോഹരമായ ഈ പ്രദേശം. മണാലിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെ ചന്ദ്രനദിയുടെ വലത് കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹിമാചൽ പ്രദേശിലെ ഏറ്റവും പ്രധാന ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഈ താഴ്വര. സമുദ്രനിരപ്പിൽ നിന്നും 10,235 അടി ഉയരത്തിലാണ് ഈ പ്രദേശം. എങ്ങും മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശം. 3 കുട്ടികളടക്കം 10 പേരുടെ ഗ്രൂപ്പായിരുന്നു ഞങ്ങളുടേത്. എല്ലായിടവും മഞ്ഞ് മൂടിക്കിടക്കുന്നു, വെണ്മയേറിയ മഞ്ഞ്. എന്തിനോടാണ് ഞാനിതിന് ഉപമിക്കുക എനിക്കറിയില്ല. അവിസ്മരണീയമായ കാഴ്ച. ഇവാനും തെച്ചും എല്ലാം മഞ്ഞ് കണ്ടതും കളി തുടങ്ങി. ഇതൊരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോ, അടിപൊളി അനുഭവം. മഞ്ഞുമൂടിയ ഹിമാലയ മലനിരകൾ സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്നു. ദൂരെ അക്കരെ മൂവ് ചെയ്യുന്ന ATV, മഞ്ഞിൽ മൂവ് ചെയ്യുന്ന 3 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ബൈക്കാണ് ATV. അക്കരെയാണ് ഈ മഞ്ഞിലെ കളികൾ കൂടുതലും. മഞ്ഞ് കണ്ടതും ഞങ്ങളെല്ലാവരും കുട്ടികളെ പോലെയായി. ഈ ചന്ദ്രനദിക്ക് അക്കരയ്ക്ക് പോകാൻ ഈ സിപ്പ് ലൈൻസ് മാത്രമേ മാർഗമുള്ളൂ കേട്ടോ. ആ 2 ലൈനിൽ തൂങ്ങി അപ്പുറത്തേക്ക് കടക്കണം. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഭയമായിരുന്നു, പക്ഷേ അതൊരു ഗംഭീര അനുഭവം തന്നെയായിരുന്നു. ഞങ്ങളും പോയി എല്ലാവരും അതിലൂടെ. ധാരാളം പാറക്കല്ലുകൾ അവിടെ പ്രകൃതിദത്തമായ ഈ പാറക്കല്ലുകൾ അവിടെ കിടന്നുകൊണ്ട് ഞങ്ങൾക്കൊന്ന് ഇടയ്ക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ സാധിച്ചു കേട്ടോ.
കുറേ സമയം അവിടെ ചിലവഴിച്ച് അക്കരയ്ക്ക് പൂർണ്ണമായും മഞ്ഞ് മൂടിയ ആ സ്ഥലത്തേക്ക് മഞ്ഞ് കളിക്കാനായിട്ട് ഞങ്ങൾ സിപ്പ് ലൈൻ സെൻറ്ററിലേക്ക് നീങ്ങി. ഇത് അവിടുത്തെ വാട്ടർഫോളാണ്. ഈ വർഷം മുഴുവൻ ഏത് സീസണിലും ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ചന്ദ്രനദിക്ക് കുറുകെയുള്ള ഈ വാട്ടർഫോൾ. ലാഹോൾ താഴ്വരയിലെ വാട്ടർഫോളും ഇവിടുത്തെ ഗ്രീനറിയും വളരെ ഫേമസ് ആണ് കേട്ടോ. നല്ല വിശപ്പായിരുന്നു. വിശപ്പടക്കാനായി ഞങ്ങളൊരു സ്ഥലം കണ്ടെത്തി. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡാണ്. ബ്രെഡ് പോലെ ഉള്ളിൽ എന്തൊക്കെയോ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. ഇത് രാജ്മ ചാവൽ, ഹിമാചലിൻ്റെ സ്വന്തം രാജ്മ ചാവൽ. സൂപ്പറാണ് കേട്ടോ. ആദ്യമൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാൻ നോക്കി, പിന്നെ ഒരു പ്ലേറ്റിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഇതൊക്കെ ഭയങ്കര അവിസ്മരണീയമായൊരു യാത്രയായിരുന്നു മണാലി ട്രിപ്പ് കേട്ടോ. എല്ലാവരും ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്നുള്ള ഭക്ഷണവും എല്ലാം വളരെയധികം സന്തോഷം. ഈ അനുഭവങ്ങളൊന്നും ഒരിക്കലും ഉള്ളിൽ നിന്ന് പോകാത്ത വിധത്തിലുള്ള ഒത്തിരി അനുഭവങ്ങൾ നൽകിയ ഒന്നായിരുന്നു മണാലി ട്രിപ്പ്. അപ്പുറത്തേക്ക് പോകാൻ സിപ്പ് ലൈൻ സെൻറ്ററിലെത്തി. ഈ ചന്ദ്രനദിക്ക് കുറുകെ അപ്പുറത്തേക്ക് പോകണം. ഞങ്ങളുടെ കൂട്ടത്തിൽ ക്ലീറ്റസ് ചേട്ടനും തെച്ചുവുമാണ് ആദ്യം അപ്പുറത്തേക്ക് പോയത്. തെച്ചുവിൻ്റെ ധൈര്യം എനിക്കും അല്പം ധൈര്യം പകർന്നു തന്നു. അവരുടെ പുറകെ ഞങ്ങൾ ഓരോരുത്തരുമായിട്ട് അപ്പുറത്തേക്ക് ചെന്നു. അപ്പുറം ശരിക്കും ഒരു അത്ഭുത ലോകം തന്നെയാണ്. എങ്ങും മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശം. പിള്ളേർ 3 പേരും മഞ്ഞിൽ നല്ല കളിയായിരുന്നു. കുറച്ച് ദൂരമൊക്കെ ഞങ്ങൾ മുകളിലേക്ക് കയറി. പിന്നെ ഞങ്ങൾക്ക് കുട്ടികളടക്കം കയറാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നു. ടീനയും ആൽബർട്ടും മാത്രമാണ് മുകളിലേക്ക് പോയത്.
ഇത് മുകളിലെ വാട്ടർഫോളാണ്. ടീന് നൽകിയ വീഡിയോ ആണ്. വണ്ടർഫുൾ സീനറിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഗഫാങ് പർവ്വതമാണത്. 19,258 അടി ഉയരത്തിലാണ് ഈ പർവ്വതം. ഹിമാലയത്തിലെ ഗ്ലേസിയേഴ്സ് ഒഴുകി വരുന്ന ജലമാണ് ഈ വാട്ടർഫോൾ. അതുകൊണ്ടാണ് വർഷത്തിൽ മുഴുവൻ സീസണിലും ഈ വാട്ടർഫോൾ ഉള്ളത്. ഞങ്ങൾ താഴെ കുറേ നേരം കാഴ്ചകൾ കണ്ടിരുന്നു. ബർത്ത്ഡേ ഘോഷിക്കാനും കമ്പനി കൂടാനും ഒക്കെ ആളുകൾ ഇവിടെ കൂടാറുണ്ട്. വളരെ രസകരമായ കാഴ്ചകൾ ചുറ്റുപാട് നമുക്ക് കാണാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് വീണ്ടും ATV ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. മഞ്ഞിലൂടെ പോകുന്ന ബൈക്ക്. ഞാനും മോളും ക്ലീറ്റസ് ചേട്ടനും മരിയയും അതിലൊരു റൈഡ് നടത്തി. അതും ഒരു അവിസ്മരണീയമായ ഒരു അനുഭവമായിരുന്നു. ആ പ്രദേശം മുഴുവൻ ചുറ്റിക്കറങ്ങി ഞങ്ങൾ തിരിച്ചെത്തി. തിരിച്ചെത്തി. അധികം വൈകാതെ ടീനയും ആൽബർട്ടും വരുന്നുണ്ട്. മുകളിൽ നിന്ന് ഊർന്നിറങ്ങുന്നത് ആൽബർട്ടാണ്. ആൽബർട്ടായിട്ട് ഫീൽ ചെയ്തു. അത് ആൽബർട്ടാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. മഞ്ഞിൻ്റെ പ്രകാശം ഭയങ്കരമാണ്. കണ്ണിന് നമുക്ക് കറക്റ്റ് കാഴ്ചയ്ക്ക് കുറച്ച് പ്രശ്നമാണ്. കൂളിംഗ് ഗ്ലാസ് വയ്ക്കാതെ നോക്കരുതെന്നാണ്. അത് ടീനയാണ് മുകളിൽ നിന്ന് താഴേക്ക് തെന്നിയിറങ്ങുന്നത്. ഭാഗ്യം കൊണ്ട് ആ കുഴിയിൽ വീണില്ല. തിരിച്ചെത്തി. അധികം വൈകാതെ കുറച്ച് സമയം കൂടി ഞങ്ങളവിടെ ചെലവഴിച്ച് ഞങ്ങളുടെ മണാലിയിലെ താമസ സ്ഥലത്തേക്ക് മടങ്ങി. ഇതൊരു വണ്ടർഫുൾ അനുഭവമായിരുന്നു. ശരിക്കും വണ്ടർഫുൾ എക്സ്പീരിയൻസ്. സാധിക്കുമെങ്കിൽ നിങ്ങളും മണാലിയിൽ നേരിട്ട് വന്ന് അനുഭവിക്കണം കേട്ടോ.
വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. കമൻറ്റും പോസ്റ്റ് ചെയ്യണേ. താങ്ക് യു.